ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില കട്ട്ലറ്റ്. മുരിങ്ങയില കൊണ്ടുള്ള കട്ട്ലറ്റ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയില 2 കപ്പ്, പുഴുങ്ങിയ പൊട്ടാറ്റോ ഉടച്ചെടുത്തത് 2 വലുത്, സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 വലുത്, പച്ചമുളക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ചെറിയ പീസ്, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 4 അല്ലി, കറിവേപ്പില വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, മുട്ടയുടെ വെള്ള അടിച്ചെടുത്തത് 2 മുട്ടയുടെ, ഉപ്പ് ആവശ്യത്തിന്. ഒരു സ്കില്ലറ്റിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റുക. ഇതിലോട്ടിനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ഇട്ടാൽ സവാള വേഗത്തിൽ വഴന്ന് കിട്ടും. സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയിട്ട് വഴറ്റുക. മസാലപ്പൊടികൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ ക്ലീൻ ചെയ്ത് അടർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിട്ട് വഴറ്റുക. മുരിങ്ങയില ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടിനി നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് മിക്സ് ചെയ്യുക. കട്ട്ലറ്റിനുള്ള മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലും ഇതുപോലെ പരത്തിയെടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തിയെടുക്കണം. ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റുകൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം
ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. കട്ട്ലറ്റുകളെല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതാണ്. അടുത്തതായി ഒരു ഫ്രൈങ് പാനിലോട്ട് കട്ട്ലറ്റ് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പരത്തി വച്ചിരിക്കുന്ന കട്ട്ലറ്റുകൾ ഓരോന്നും ഇതുപോലെ ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. കട്ട്ലറ്റുകൾ നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിനെ ഒരു പേപ്പർ ടവൽ ഇട്ട പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി മുരിങ്ങയില കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുരിങ്ങയില കൊണ്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.